ഹായ് ഫ്രണ്ട്സ്, റഷ്യാസ് ഗ്രീൻ ലീവ്സിന്റെ വ്യത്യസ്തമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോടിനടുത്തുള്ള നിയോ ഗാലക്സി PVC പൈപ്സ് എന്ന സ്ഥാപനത്തിലാണ്. കാർഷിക സംബന്ധിയായ വീഡിയോകളാണ് ഞാൻ ഈ ചാനലിൽ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിൽ ഞാൻ ഇന്ന് എത്തിയതെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ഈ സ്ഥാപനത്തിൽ എങ്ങനെയാണ് PVC പൈപ്പ് നിർമ്മിക്കുന്നതെന്ന് കാണാം. ഇതാണ് ശ്രീജിഷ്, ഈ സ്ഥാപനത്തിന്റെ മാനേജറാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രീജിഷിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഈ സ്ഥാപനം പോത്തൻകോട് വാവറമ്പൽ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ISI സർട്ടിഫൈഡ് കമ്പനിയാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അറേഞ്ച് തൊട്ടുള്ള പൈപ്പുകളാണ് നോൺ ICയിൽ വരുന്നത്. പിന്നെ ഇപ്പൊ കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നത് ISI പൈപ്പിലാണ്. ISI പൈപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. ഇപ്പൊ ജലമിഷൻ പദ്ധതിയൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് ISIയുടെ നല്ല സെയിൽസ് ഇപ്പൊ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ PVC പൈപ്പ് നിർമ്മിക്കുമ്പോൾ അതിന്റെ ഓരോ ഘട്ടവും ഒന്ന് വിശദീകരിക്കാം, ആദ്യം മുതൽ അവസാനം വരെ. തീർച്ചയായും അത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്. എല്ലാവരും കാണുന്നത് പ്ലംബിംഗ് പൈപ്പ് എന്ന് മാത്രമേ കാണൂ. ഇതിന്റെ ഔട്ട്പുട്ട് ആവുമ്പോൾ, അതായത് ഒരു പ്ലംബിംഗ് പൈപ്പ് ആവണമെങ്കിൽ പല ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് ആദ്യം ഇതിന്റെ പൊടി 5 പൗഡർ അതെല്ലാം ഇവിടെ മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിയിലിട്ട് അതിനെ ഹീറ്റ് ആക്കുക, അതിനെ കൂൾ ചെയ്ത് നമ്മുടെ ഹോപ്പറിലോട്ട് ആക്കുക. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. അതാണ് മിക്സിംഗ് ആണ്. ഒരു മിക്സിങ്ങിൽ ചെറിയൊരു പാളിച്ച വന്നാൽ തന്നെ ആദ്യം സംഭവിക്കുന്നത് പൈപ്പിന്റെ ക്വാളിറ്റി അവിടെ അങ്ങ് നഷ്ടപ്പെടുകയാണ്. പിന്നെ അത് നമുക്ക് വലിയ നഷ്ടത്തിലേ വരുള്ളൂ. അതുകൊണ്ട് ആദ്യം മിക്സിംഗ് എന്ന് പറയുന്നത് പക്ക ആക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ പ്രൊഡക്ഷനിലോട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ ഗോഡൗൺ. അതായത് നമ്മുടെ വരുന്ന ലോഡെല്ലാം സ്റ്റോക്ക് ചെയ്യുന്നത് ഇതിനകത്താണ്. ഇതാണ് നമ്മുടെ PVC പൈപ്പിന്റെ മെയിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. റോ മെറ്റീരിയൽസിന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് PVC റെസിനാണ്. അതായത് നമ്മുടെ പെട്രോളിയം പ്രോഡക്റ്റിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ PVC പൈപ്പിന്റെ വില കൂടുകയും കുറയുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ, PVC റെസിൻ എന്ന് പറയും. അതായത് ഇത് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പെട്രോളത്തിന് വില എങ്ങനെയാണോ, ചിലപ്പോൾ മാർക്കറ്റിൽ പെട്രോളിയം ഇന്നൊരു 1 രൂപ കൂടിയാൽ ചിലപ്പോൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് ചിലപ്പോൾ 5 രൂപയായിരിക്കും ചിലപ്പോൾ അതിന് കൂടുന്നത്. ഇനി നമുക്ക് മിക്സർ റൂമിലോട്ട് പോകാം. എങ്ങനെയാണ് മിക്സിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇതാണ് നമ്മുടെ മിക്സർ റൂം. ഈ കാണുന്നതാണ് നമ്മുടെ മിക്സി. നമ്മുടെ ഈ അൺലോഡ് ചെയ്യുന്ന അതായത് ഗോഡൌണിൽ നിന്ന് എടുക്കുന്ന പൊടി നമ്മൾ ഇത്ര മെറ്റീരിയൽ എടുക്കണമെന്ന് അവർക്ക് പറഞ്ഞേക്കും. എല്ലാ സ്റ്റാഫിനോടും നമ്മൾ പറയും, മിക്സർ റൂമിലുള്ള ആൾക്കാരുടെ പറയും ഇന്ന പൊടി തന്നെ എടുക്കണമെന്നുള്ളത്. അപ്പൊ അവർ ഈ മിക്സിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ സാധാരണ നമ്മളൊരു കുക്കറൊക്കെ അടയ്ക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ അങ്ങ് അടച്ചാൽ പിന്നെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. മാനുവലി നമ്മൾ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം അത് മിക്സ് ചെയ്ത് അത് ഹീറ്റാണ് യഥാർത്ഥ സംഭവം. ഇത് ചൂട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചൂട് കൊടുത്ത് ഇതിനെ നേരെ കൂളറിലോട്ട് മാറും. ഇത് ഒരു 5 മിനിറ്റോളം ഇതിൽ കൂൾ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് എല്ലാം ഈ മെഷീനുകളിലോട്ടാണ്. അവിടെ വന്നിട്ടാണ് നമ്മുടെ പൈപ്പിന്റെ യഥാർത്ഥ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മിക്സർ റൂമിൽ നിന്ന് മിക്സ് ചെയ്ത പൗഡർ എല്ലാം നമ്മുടെ ഈ സ്പ്രിങ് വഴി നേരെ ഹോപ്പറിലോട്ടാണ് വരുന്നത്. ഒരു മോട്ടർ വെച്ചിട്ട് ടച്ച് ചെയ്ത് ഇതിലോട്ടാക്കും. ഈ വരുന്ന പൗഡർ നമ്മൾ നേരെ മെഷീനിൽ കയറ്റി വിടുമ്പോഴാണ് പൈപ്പ് ആവുന്നത്. അതിനു മുന്നേ നമുക്കൊരു 2-3 മണിക്കൂറത്തെ പരിപാടിയുണ്ട്. അതായത് നമ്മൾ ഏത് ഐറ്റം പ്രൊഡക്ഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്, നമുക്കിപ്പോൾ 6 ഇഞ്ച് തൊട്ട് 8 ഇഞ്ച് വരെയുള്ള പൈപ്പ് എന്ന് പറയുമ്പോൾ ഏത് ഐറ്റമാണ് എടുക്കുന്നത് അതിന്റെ ഡൈ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ഒരു കമ്പനി ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമുക്കൊരു മെഷീൻ ഹീറ്റിന് ഇടേണ്ട ഒരു ആവശ്യമാണ്. അതായത് ഈ നമ്മുടെ ഹീറ്റർ എല്ലാം സെറ്റ് ചെയ്ത് പ്രൊഡക്ഷന് വേണ്ടിയുള്ള മെഷീൻ സെറ്റ് ആയിട്ടിരിക്കണം. എപ്പോഴാണോ പൗഡർ വരുന്നത് ആ നിമിഷം തൊട്ട് നമ്മുടെ ഏത് പൈപ്പാണോ ഉദ്ദേശിക്കുന്നത് ആ പൈപ്പ് ഔട്ട്പുട്ടായിട്ട് വരാൻ വേണ്ടി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ പൗഡർ ഈ ഹോപ്പറിലാണല്ലോ വരുന്നത്. ഈ ഹോപ്പറിന് വന്ന ഉടനെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സ്ക്രൂ ബാരൽ, അതായത് നമ്മുടെ PVC കമ്പനിയുടെ അതായത് മെഷീന്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് സ്ക്രൂ ബാരലാണ്. ഇതാണ് നമ്മുടെ സ്ക്രൂ ബാരൽ. സ്ക്രൂ ബാരൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, ഫുള്ള് ഹീറ്ററാണ്. ഇതെല്ലാം ഹീറ്ററാണ്. ഇതുവരെ ഹീറ്ററാണ്. ഈ ഹീറ്റർ വരെ നമ്മൾ വരുന്ന മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഇവിടെയാണ് നമ്മൾ ഡൈ സെറ്റ് ചെയ്യുന്നത്. ഈ ഡൈ എന്ന് പറയുന്നത് നമ്മുടെ 90 mm പൈപ്പാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ 90-യിലെ ഇത് അതിന് വേണ്ടിയുള്ള ഡൈ ആണ്. അപ്പൊ ഓരോ ഐറ്റം എടുക്കാനും ഓരോ ഡൈ ആണ്. ഈ ഭാഗത്തു നിന്നാണ് പൈപ്പ് കറക്റ്റ് ആയിട്ട് കൂളറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ കൂളിംഗ് ടാങ്ക്. കൂളിംഗ് ടാങ്ക് വെച്ചാൽ വാക്വം ടാങ്ക് എന്നും പറയും. ഇതിനകത്ത് കൂടെ പൈപ്പ് കടത്തി വിടുമ്പോഴാണ് നമ്മുടെ പൈപ്പിന് കറക്റ്റ് റൗണ്ട് ഷേപ്പും കിട്ടുന്നത്. പൈപ്പായിട്ട് അതായത് മെൽറ്റായ ആ ഒരു മെറ്റീരിയൽ നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ അത് നല്ല ഹാർഡാവും. അങ്ങനെ പൈപ്പായിട്ട് ഔട്ട്പുട്ട് എടുക്കും. ഇതിനകത്ത് വേറെ പരിപാടിയില്ല. ഈ വരുന്ന മെറ്റീരിയലിനെ തണുപ്പിക്കുക, വാക്വം ചെയ്ത് അതിനെ റൗണ്ട് ഷേപ്പ്, നമ്മുടെ റൗണ്ട് ഷേപ്പാണല്ലോ നമ്മുടെ പൈപ്പ്, റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുക. ഇത് നേരെ പോകുന്നത് നമ്മുടെ ട്രാക്ഷനിലോട്ടാണ്. ഇതാണ് നമ്മുടെ ട്രാക്ഷൻ. ഈ ട്രാക്ഷനിലോട്ട് വരുമ്പോഴത്തേക്ക് ട്രാക്ഷൻ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ വലിക്കുക, നമ്മുടെ ഒരു പ്രഷർ കൊടുത്ത് ഇതിനെ മാക്സിമം അതെ ഈ യൂണിറ്റ് ആണ് നമ്മുടെ പൈപ്പിനെ വലിച്ചെടുക്കുന്നത്. ഈ വലിച്ചെടുക്കുക അതായത് നമ്മുടെ വാക്വം ടാങ്കിൽ വരുന്ന പൈപ്പിന് മാക്സിമം പ്രഷർ എടുത്ത് വലിച്ചാൽ അതിനകത്തുനിന്ന് വരുള്ളൂ. അങ്ങനെ വരുമ്പോൾ വന്ന് നേരെ ഈ ട്രാക്ഷനിൽ കയറും.
ട്രാക്ഷന് നല്ല പ്രഷർ നല്ല പവർ ഉണ്ടാവും. അത് കഴിഞ്ഞ് ട്രാക്ഷനിലോട്ട് വന്നാൽ ഈ ട്രാക്ഷന് നേരെ പോകുന്നത് കട്ടർ മെഷീനിലോട്ടാണ്. കട്ടർ മെഷീന് മുമ്പായിട്ട് നമുക്കൊരു ഇതാണ് കട്ടിംഗ് മെഷീൻ. കട്ടിംഗ് മെഷീനിന് മുമ്പായിട്ട് വേറൊരു മെഷീൻ ഉണ്ട്. അത് നമ്മുടെ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ്. അതാണ് നമ്മുടെ സീലിംഗ്, അതായത് സ്ക്രീനിങ് മെഷീൻ. അതായത് ഈ പൈപ്പിൽ ഒരു സ്ക്രീൻ വേണമല്ലോ, അപ്പൊ സ്ക്രീനിങ് മെഷീനാണ് ഈ ഇരിക്കുന്നത്. ഈ സ്ക്രീനിങ് കഴിഞ്ഞ് വരുന്ന പൈപ്പ് നേരെ പോകുന്ന കട്ടറിലോട്ടാണ്. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യും ഇത്ര മീറ്റർ പൈപ്പാണ് നമുക്ക് വേണ്ടെന്നുള്ളത്. നമുക്ക് 5 മീറ്റർ പൈപ്പ് ഉണ്ട്. IS പൈപ്പ് എപ്പോഴും വരുന്നത് 6 മീറ്റർ ലെങ്തിലാണ് വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ 6 മീറ്റർ ആകുമ്പോൾ പക്ക 6 മീറ്റർ ആകുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ കട്ടാവും. ഈ കട്ടായി വരുന്ന പൈപ്പ് ഇനി അടുത്ത പോകുന്നത് അതായത് ഈ കാണുന്ന ടിൽറ്റിംഗ് മെഷീനിലോട്ടാണ് പോകുന്നത്. നേരെ ടിൽറ്റ് ചെയ്യുക, അടുത്ത സ്റ്റാൻഡിലോട്ട് മാറുക, അത്രേ ഉള്ളൂ. ഇത്രയായി കഴിയുമ്പോഴത്തേക്ക് പൈപ്പിന്റെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയില്ല, കംപ്ലീറ്റ് ആയെന്ന് പറയാൻ പറ്റില്ല. ഇനിയും കുറച്ച് പരിപാടികളുണ്ട്. അതായത് ടിൽറ്റ് ചെയ്യുന്ന പൈപ്പിന് നമ്മൾ നേരെ വരുന്നത് സോക്കറ്റിംഗ് മെഷീനിലോട്ടാണ്. ഇതാണ് നമ്മുടെ സോക്കറ്റിംഗ് മെഷീൻ. കപ്ലിംഗ് അടിക്കാന്നാണ് പൊതുവെ പ്ലംബേഴ്സ് പറയുന്നത്, കപ്ലിംഗ് അടിക്കുന്നതാണ്. ഒരു കംപ്ലീറ്റ് പൈപ്പായിട്ട് മാറിക്കഴിയും. എങ്ങനെയാണ് ഈ ഫാക്ടറിയിൽ PVC പൈപ്പ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതൊന്നുമല്ല ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. ഈ PVC ഫാക്ടറിയോടൊപ്പം തന്നെ ഒരു ഡയറി ഫാമും കൂടി പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡയറി ഫാം ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്നുള്ളതൊന്ന് പറയാമോ? അത് പറയാം. നമ്മുടെ ഡയറി ഫാം തുടങ്ങിയിട്ട് 4-5 വർഷമായി. ആദ്യം നമുക്ക് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 2 പശുക്കുട്ടിയായിട്ട് വന്നതാണ്. നമ്മൾ 2 പശുക്കുട്ടിയെ വളർത്തി അതിന് ആദ്യം നമ്മളൊരു പട്ടിക്കൂടിലാണ് ഇട്ടിരുന്നത്. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത്, കാരണം ഇവിടെ വേറെ ഷെഡില്ല, ഒന്നുമില്ല. നമുക്ക് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, നല്ല വയൽ സൈഡാണ്, വെള്ളമുണ്ട്, വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ഈ 2 പശുക്കുട്ടി, അപ്പൊ 2 പശുക്കുട്ടി വളർത്തിയ സ്റ്റാഫുകളെല്ലാം ഈ പശുക്കുട്ടിയെ കളിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ നോക്കി അപ്പൊ അവരുടെ അഭിപ്രായം ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിൽക്കട്ടെ, അവർ 2 പശുക്കൂടാണെങ്കിൽ അവർ നോക്കാൻ തയ്യാറാണ്. അങ്ങനെ 2 പശുവായി. 2 പശുവിൽ നിന്ന് 3 ആയി. 3 ഇതിപ്പോ ഏതാണ്ട് 25-30 പശുവോളം ഇപ്പൊ നമുക്ക് ഫാമിലോട്ടായി. ഇപ്പൊ നമ്മളിപ്പോ ഒരു അത്യാവശ്യം വന്നു, നമ്മളെ കമ്പനിയുടെ ആരെങ്കിലും വിളിച്ചാൽ അവർ ഓടി വരെ അവർ തയ്യാറാണ്. ഇപ്പൊ ലഞ്ച് ബ്രേക്ക് വരുന്ന സമയത്ത് അവരെല്ലാം ഫാമിലൊക്കെ നിന്ന് നോക്കുക. പിന്നെ ഇവിടെ കുളം, 2-3 കുളം ഉണ്ട്, അതിൽ മത്സ്യകൃഷിയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നമുക്ക് ഫാം ആകുമ്പോഴത്തേക്ക് വിദേശേന പശുക്കൾ ഇല്ലാതെ ഫാം കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ കൂടുതലും നമ്മൾ വിദേശേനം, പിന്നെ നമ്മുടെ ജേഴ്സി പശു ഉണ്ട്, പിന്നെ നാടൻ പശു വളരെ കുറച്ചേ ഉള്ളൂ. നമുക്ക് ഹോർസിൻ ഫ്രീഷീസ് ഉണ്ട്, ജേഴ്സി ഉണ്ട്, പിന്നെ നമ്മുടെ സിന്ധി ക്രോസ്, അതായത് നാടൻ ആണല്ലോ സിന്ധി ക്രോസ് ഉണ്ട്. കൂടുതലും നമുക്ക് ഹോർസിൻ ഫ്രീഷ്, അതായത് HF പശുക്കൾ തന്നെയാണ് കൂടുതലുള്ളത്. ഈ ഫാം എങ്ങനെ ലാഭകരമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മുടെ ലേബേഴ്സ്, നമ്മുടെ PVC കമ്പനിയുടെ ലേബേഴ്സ് ആണ് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതലും കൈകാര്യം ചെയ്യുന്നത്. അവർ വരെ അവർ തന്നെ നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പശുവിന് അവർ പുല്ല് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ ബ്രേക്ക് സമയത്ത് അവർ നേരെ ഇവിടെയാണ്. അതെ, അവർ നേരെ നമ്മുടെ ഫാമിലോട്ട് ഇറങ്ങും. അവരവർക്ക് ഇഷ്ടപ്പെട്ട പശുക്കൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ അവർക്ക് പുല്ലിട്ട് കൊടുക്കുക, അങ്ങനത്തെ കുറെ പരിപാടികൾ അങ്ങനെ ചെയ്തു പോകുന്നുണ്ട്. അതുപോലെ അവർക്കൊരു സൈഡ് വരുമാനവും കൂടെ ആവുന്നുണ്ടല്ലോ. ഉണ്ട് നമ്മുടെ ഫാമിൽ നിന്ന്. അതായത് ഇപ്പൊ അവർ വരികയാണെങ്കിൽ അവർക്ക് അതിന്റെ രീതിയിലുള്ള ഇത് കാണുന്നുണ്ട്. നമ്മൾ ഇത് എത്ര ലിറ്റർ പാല് വെച്ച് ഒരു ആവറേജ്? നമ്മൾ ഡെയിലി നമ്മുടെ എയിം എന്ന് പറയുന്നത് ഡെയിലി 250 ആണ്. 250 ലിറ്റർ കിട്ടിയാൽ നമുക്ക് ഫാം നല്ലവർക്ക് കൊണ്ടുപോവാം. എന്നാലും നമുക്കൊരു 220, 230 ഇപ്പോൾ ഡെയിലി നമുക്ക് ലഭിക്കുന്നുണ്ട്. വിപണനമൊക്കെ എങ്ങനെയാണ്? വിപണനം നമ്മൾ ഇതിനു മുമ്പ് സൊസൈറ്റി വഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ സൊസൈറ്റി വിട്ടിട്ട് നമ്മളൊരു ഇലക്ട്രിക് ഓട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലോക്കൽ സെയിൽ നമ്മുടെ വീടുകളിൽ സപ്ലൈ ചെയ്യും. അതായത് നമ്മുടേതായ രീതിയിൽ 2 ബോട്ടിൽ, ഒരു ഫാമിലിക്ക് 2 ബോട്ടിൽ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ അവരവരെ ബോട്ടിലിൽ പാലൊഴിച്ച് അവരവരെ വീട്ടിലെത്തിക്കുക. തീറ്റക്രമമൊക്കെ എങ്ങനെയാണ്? തീറ്റക്രമം എന്ന് പറയുമ്പോൾ നമുക്ക് പുൽകൃഷിയുണ്ട്. 2 ഏക്കറിൽ നമ്മൾ പുൽകൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും പശുക്കൾ 2 ഏക്കറിൽ പോരാ. പിന്നെ നമ്മൾ സൈലേജ് കൊടുക്കുന്നുണ്ട്, വൈക്കോല് കൊടുക്കുന്നുണ്ട്, പിന്നെ പെല്ലറ്റ് ഉണ്ട്, പിന്നെ അത് തന്നെ നമ്മുടെ തവിട്, ഒരു 5-6 ഐറ്റം മിക്സ് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് രാവിലെയും വൈകിട്ടും 2 നേരം അവർക്ക് ഫുഡുണ്ട്, 2 നേരം പുല്ലുണ്ട്. ഇപ്പോ പലരും പറയാറുണ്ട് ഈ ചെറിയ ഫാമുകളൊക്കെ പലപ്പോഴും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 2-3 പശുക്കളെയൊക്കെ വളർത്തുന്നത് ഒരു നഷ്ടമാണെന്നുള്ള ഒരു രീതിയിൽ പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഇല്ല, ഒരുവിധം മിക്ക ഫാമുകളും ഇപ്പൊ പൂട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ ഏൽപ്പിക്കും. അപ്പൊ അവരെ ഏൽപ്പിച്ചാൽ അവരെ ഇഷ്ടത്തിന് തീറ്റ കൊടുക്കുക, അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മുതലാവത്തില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ ഒരു പശുവിന് ഇത്ര കിലോ അത് നമ്മളൊരു റേഷ്യോയിൽ വച്ചിട്ടുണ്ട്. അതായത് ഈ പശുക്കളെല്ലാം നമ്മൾ കീപ്പ് ചെയ്യുന്നത് നമ്പർ ബേസിലാണ്. ഒരു പശുവിന് ഇത്ര നമ്പർ പശുവിന് രജിസ്റ്ററിൽ ഇത്ര കിലോ തീറ്റ, അതിന്റെ പീക്ക് ടൈമിൽ അത്ര, ബാക്കിയുള്ള ടൈമിൽ ഇത്ര, അത് പ്രസവിക്കുന്ന സമയത്ത് ഇത്ര, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക രീതികൾ ഓരോന്നിനും ഓരോ പശുവിനും. അതായത് ഒരു പശുവിനെ നമ്മൾ കൊണ്ടുവന്നാൽ ആദ്യം നമ്മൾ ഒരാഴ്ച പുറത്ത് കെട്ടും. പുറത്ത് വേറെ ഷെഡിലോട്ട് മാറ്റി കെട്ടിയതിന് ശേഷമാണ് നമ്മുടെ ഫാമിലോട്ട് അവരെ കയറ്റുന്നത്. കാരണം ഓട്ടോമാറ്റിക് ഡ്രിങ്കിങ് സിസ്റ്റമാണ് ഇവിടെ വരുന്നത്. അപ്പം ഈ പശുവിനെ എന്തെങ്കിലും അസുഖമുള്ള പശുക്കളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ ഈ വെള്ളത്തിൽ കുടിക്കും. ഈ വെള്ളം തന്നെ ബാക്കിയുള്ള പശുക്കളും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ അസുഖങ്ങളെല്ലാം അതിലോട്ട് വരും. അപ്പൊ നമ്മൾ ഒരാഴ്ച നോക്കി എന്തെങ്കിലും ആന്റിബയോട്ടിക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഷെഡിലോട്ട് കയറ്റും.
അവിടെ നിന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് അവരെ വളർച്ച എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന എല്ലാ പശുക്കളും കറവുള്ള പശുക്കളാണോ? എല്ലാ പശുക്കും കറവയില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 20 പശു ഉണ്ടെങ്കിൽ ഒരു 12-13 പശു കറവയിലും ബാക്കിയുള്ളത് ചെനയിലും നിർത്തും. അപ്പോഴത്തേക്ക് ഇവരിൽ ഈ 12 പശുക്കൾ ഒരു 5 പശു വീണ്ടും ചെന പിടിക്കുമ്പോൾ ഇവരെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് ഇവര് കറവയിലോട്ട് വരും. അങ്ങനെയാണ് ഇവരെ സിസ്റ്റങ്ങളെല്ലാം അങ്ങനെ ഇങ്ങനെ റൊട്ടേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കും. 12 എപ്പോഴും കിട്ടണം. കാരണം നമ്മൾ ലോക്കൽ സെയിൽ ആയതുകൊണ്ട് എപ്പോഴും ഈ കസ്റ്റമേഴ്സിന് പാല് കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം വെച്ചാലേ പറ്റുള്ളൂ. നമ്മൾ വീടുകളിൽ സപ്ലൈ ചെയ്യും. രാവിലെ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു 3 മണിക്ക് കറവ സ്റ്റാർട്ട് ചെയ്യും. 2 മണിയായിട്ട് ക്ലീനിങ് ഉണ്ടാവും. അതുകൊണ്ട് 3 മണിക്ക് കറവ സ്റ്റാർട്ട്, 4-4:30 കറവ കഴിയും. കറവ കഴിഞ്ഞ് കുറച്ച് ഹോട്ടലുണ്ട്. ഹോട്ടലുകൾക്ക് പാല് കൊടുത്തതിന് ശേഷം വീടുകൾ സപ്ലൈ ചെയ്ത് 7 മണിക്കകത്ത് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഒരു വ്യവസായശാലയോടൊപ്പം എങ്ങനെ നല്ലൊരു ഡയറി ഫാമും കൂടി നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഗാലക്സി PVC പൈപ്സ് എന്ന ഈ സ്ഥാപനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം.